ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യങ്ങൾ അറിഞ്ഞ മനു വേഗം തന്നെ കടപ്പാട്ടൂർ പോയിട്ട് ബാലേന്ദ്രനോടും അലീനോടൊക്കെ ചോദിച്ച് സത്യം മനസ്സിലാക്കാനായിട്ട് വരുന്നുണ്ട്. അലീനയുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും കറക്റ്റായിട്ടുള്ള മറുപടി ഒന്നും കിട്ടുന്നില്ല. അച്ഛനോട് ചോദിച്ചാൽ മതി എന്ന് തന്നെ പറയുകയാണേ. എന്തായാലും അങ്കിളിനെ കണ്ട് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് ബാലേന്ദ്രൻ്റെ അടുത്ത് ചെന്നിട്ട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ട്, അങ്കിൾ പറഞ്ഞ കാര്യം ഞാൻ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ബാലേന്ദ്രൻ അങ്ങനെയുള്ള ഒരാളല്ല എന്ന് മനുവിന് ഉറപ്പായിട്ടും അറിയാം. പക്ഷേ ബാലേന്ദ്രൻ ഉറപ്പിച്ച് പറയുമ്പോൾ ബാലേന്ദ്രനെ മനു വഴക്ക് പറയാൻ എൻ്റെ റോൾ മോഡലായിരുന്നു അങ്കിള്, പക്ഷേ എന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ദേഷ്യത്തോടുകൂടി സംസാരിക്കാൻ കേട്ടോ. അവസാനം മനുവിൻ്റെ സങ്കടം കണ്ടിട്ട് ബാലേന്ദ്രൻ സഹിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും സ്നേഹം തന്നോട് ഉള്ളൊരാളോട് സത്യങ്ങൾ തുറന്നു പറയാതിരിക്കുന്നത് ശരിയല്ല എന്ന് തന്നെ ബാലേന്ദ്രൻ മനസ്സിലാവണേ. അപ്പം മനു പറയുന്നുണ്ട്, എനിക്ക് ബാലേന്ദ്രൻ പറയും, സത്യം തുറന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണമാണ് ഞാൻ ഇങ്ങനെ ഒരു നുണ പറഞ്ഞതെന്ന് പറയും. ഇതിനേക്കാളും ഭേദം സത്യം തന്നെ തുറന്നു പറയാണ്. ആര് സത്യം അറിഞ്ഞാലും കുഴപ്പമില്ല, അങ്ങനെ നിനക്ക് അത്ര ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സത്യം പറയാമെന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ നീലഗിരി പോയ കാര്യമൊക്കെ പറയാണ്. നീലഗിരിയിൽ ഗംഗാധരനെ കാണാൻ പോയത് എനിക്ക് നിൻ്റെ വല്യച്ഛനോട് ഒരു ചോദ്യം ചോദിക്കണമായിരുന്നു എന്ന് പറയണേ. അപ്പോൾ ഇതെന്താണ് ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ, നിൻ്റെ ആൻറ്റി അതായത് വൈജ കല്യാണത്തിന് മുമ്പ് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിരുന്നോ എന്നായിരുന്നു എനിക്ക് ചോദിക്കേണ്ടതെന്ന് പറയുമ്പോൾ മനു ആകെ ഞെട്ടിപ്പോവുകയാണ്. മനു ബാലേന്ദ്രനോട് പറയാം, അങ്കിളെ എന്തൊക്കെ വീട്ടിത്തരാണ് ഈ വിളിച്ച് പറയുന്നത്? ആൻറ്റിനെ കുറിച്ച് അങ്കിൾ ഇങ്ങനെയൊക്കെയാണോ കരുതിയിരിക്കുന്നത്? കാര്യം ആൻറ്റി ദേഷ്യക്കാരിയാണ്, എടുത്തടിച്ച പോലെ മറുപടി പറയും, നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലൊക്കെ പെരുമാറും എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ആൻറ്റിനെ കുറിച്ച് ഇങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. അങ്കിൾ എന്ത് വൃത്തിയേടാണ് അങ്കിൾ ഇപ്പോൾ വിളിച്ച് പറയുന്നതെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നത്, ഞാൻ പറഞ്ഞത് സത്യടാ, ഞാൻ എന്താ തമാശ പറയുകയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. ഞാൻ നിൻ്റെ വല്യച്ഛനോട് ഈ ഒരു ചോദ്യം ചോദിക്കാനാണ് പോയത്. ആ ഒരു ചോദ്യത്തിന് മാത്രമേ മറുപടി എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു. നിൻ്റെ വല്യച്ഛൻ എനിക്കതിന് മറുപടി എന്താണെന്ന് പറയൂ കേട്ടോ. എന്ത് മറുപടി എന്ന് ചോദിക്കൂ കേട്ടോ. നിൻ്റെ ആൻറ്റി ആഗ്രയിലുണ്ടായിരുന്ന ആ നാളുണ്ടല്ലോ, അവിടെ വെച്ചിട്ട് സ്റ്റാൻലി ജോസഫ് എന്നൊരാളുമായിട്ട് പരിചയത്തിലാവുകയും അവിടെ വെച്ച് കഴിഞ്ഞിട്ട് അയാളുമായിട്ട് പ്രണയത്തിലാവുകയും അയാളുടെ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുകയും ചെയ്തു എന്ന് പറയാം കേട്ടോ. അങ്കിൾ എന്തേ പറയുന്നത്? ഞാൻ പറഞ്ഞത് മുഴുവൻ നീ കേൾക്ക് എന്ന് പറയാണ് ബാലേന്ദ്രൻ. അങ്ങനെ ഞാൻ അത് നിൻ്റെ കൊച്ചനോട് വല്യച്ഛനോട് ചെന്ന് ചോദിച്ചപ്പോൾ വല്യച്ഛന് ഈ ഒരു മറുപടിയാണ് ഉണ്ടായിരുന്നത്. അതേ എന്നുള്ളൊരു മറുപടിയാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയതെന്ന് പറയട്ടു. വല്യച്ഛൻ അതേന്ന് പറഞ്ഞോ? ആ അതെ, അതായത് നിൻ്റെ ആൻറ്റി കല്യാണത്തിന് മുമ്പ് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിരുന്നു എന്ന്. അപ്പം മനുവിനാണെന്നുണ്ടെങ്കിൽ അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അങ്കിൾ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് മനു. ഞാൻ അവിടെ നിന്ന് എങ്ങനെയാണ് ഇവിടേക്ക് എത്തിയതെന്ന് എനിക്കറിയോ? ഞാൻ കള്ളു കുടിച്ച് ബോധമില്ലാതെയല്ല എൻ്റെ ഹൃദയം തകർന്നത്. ഈ ചതി കേട്ടിട്ട്, ഈ ചതി തിരിച്ചറിഞ്ഞിട്ട് നിൻ്റെ വീട്ടുകാർ മുഴുവനും നിൻ്റെ കുടുംബം ഒന്നടങ്കം ചേർന്നാണ് എന്നെ ചതിച്ചത്. 22 വർഷമാടാ ഞാൻ ആ ചതിയും തലയിലേറ്റി നടന്നത് എന്ന് പറയാൻ കേട്ടോ. അങ്കിൾ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ഞാൻ അലീന ഹോസ്പിറ്റലായിരുന്ന സമയത്ത് അലീനയുടെ വായിൽ നിന്നാണ് ചില കാര്യങ്ങൾ ഞാൻ കേട്ടത്. അപ്പം എനിക്കൊരു സംശയം ഉണ്ടായി. അലീന എന്തോ ഒരു രഹസ്യം മൂടി വെക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മാത്രമല്ല ഈ നമ്മളെ വീട്ടിലുള്ള ആൾക്കാരോടൊക്കെ അലീന അത്രയും സ്നേഹത്തോടുകൂടി പെരുമാറുമ്പോൾ ഒരു ഹോം നേഴ്സ് പെരുമാറുന്നത് പോലെയല്ല, അവൾക്ക് എന്തോ ഒരു അടുപ്പം ഈ വീട്ടുകാരോട് ഉണ്ടെന്ന് എനിക്ക് ഊഹിച്ച തന്നെ മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അലീനെ വാച്ച് ചെയ്യാൻ തുടങ്ങി. നീ മുത്തശ്ശിക്ക് വാങ്ങിച്ചു കൊടുത്ത ഫോണുണ്ടല്ലോ, ആ ഫോണിൽ ഞാൻ കോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാനിത് കണ്ടുപിടിച്ചത്. അവളുടെ ഒരു അനിയത്തി ഉണ്ടല്ലോ, രേവതിക്കുട്ടി, ആ രേവതിക്കുട്ടി അലീനയോട് പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ ഇതൊക്കെ സത്യങ്ങളാണെന്ന് മനസ്സിലാക്കിയത്. ആ വോയിസ് കേട്ടതിന് ശേഷമാണ് ഞാൻ നീലഗിരിയിലേക്ക് നിൻ്റെ വല്യച്ഛനെ കാണാനായിട്ട് പോയത്. ആ പെൺകുച്ചി പറഞ്ഞത് സത്യമാണോന്ന് നിൻ്റെ വല്യച്ഛനിൽ നിന്ന് എനിക്ക് അറിഞ്ഞു. നിൻ്റെ വല്യച്ഛൻ തന്നെ എന്നോടത് തുറന്നു പറഞ്ഞു. നിൻ്റെ ആൻറ്റി കല്യാണത്തിന് മുമ്പ് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടെന്ന്. അത് അലീനയാണെന്ന് എങ്ങനെ അങ്കിൾ അറിഞ്ഞു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അതൊക്കെ ആ ഫോൺ സംഭാഷണത്തിൽ നിന്ന് തന്നെയാണ് ഞാനത് അറിഞ്ഞത്. മാത്രമല്ല എനിക്ക് അലീനയുടെ ഈ വീട്ടിലുള്ള ആൾക്കാരോടുള്ള പെരുമാറ്റം കണ്ടപ്പോൾ തന്നെ എനിക്കത് മനസ്സിലാക്കാനും പറ്റി എന്ന് പറയാണ് കേട്ടോ. നിൻ്റെ വീട്ടുകാർ നന്ദിയില്ലാത്തവരാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? നിൻ്റെ വീട്ടുകാരെ പറഞ്ഞപ്പോൾ നിനക്ക് വിഷമായില്ലേ? പക്ഷേ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ തലയിൽ വായിച്ചതിനെ കെട്ടിവെച്ചില്ലേ?
കല്യാണത്തിന് മുമ്പ് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ച് ഒരു സ്ത്രീയെ എന്നെ ഏൽപ്പിച്ചില്ലേ, എല്ലാവരും കൂടിയിട്ട് എൻ്റെ ചതിച്ചു. നിൻ്റെ മുത്തശ്ശനാണ് ഇതിലെ ഏറ്റവും വലിയ ചതി നടത്തിയതെന്ന് പറയട്ടോ. മുത്തശ്ശനോ? അതെ, നിൻ്റെ മുത്തശ്ശനും നിൻ്റെ മുത്തശ്ശി രാങ്ങളുണ്ടല്ലോ, രാവുണ്ണി മേനോനും, അയാളും ചേർന്നാണ് ഈ ചതി നടത്തിയത്. അവർ അനാഥാലയത്തിൽ ഏൽപ്പിച്ച കുഞ്ഞാണ് ഇന്ന് അലീന ആയിട്ട് ഈ വീട്ടിൽ നിൽക്കുന്നതെന്ന് പറയാൻ കേട്ടോ. മനുവിന് ഭയങ്കര സങ്കടമാവാണ് കേട്ടോ. മനു വന്നു കഴിഞ്ഞിട്ട് അങ്കിളിൻ്റെ തോളിലൊന്ന് പൊട്ടിക്കറിയാണ്. കുറച്ച് നിമിഷത്തേക്കെങ്കിലും ഞാൻ അങ്കിളിനെ തെറ്റിദ്ധരിച്ചല്ലോ അങ്കിളെ, എന്നോട് ക്ഷമിക്കുക അങ്കിളെ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞത് സാറില്ല, പോട്ടെ, ഇനിയിപ്പോൾ ഇതെങ്ങനെ ഞാൻ മറ്റാരോടെങ്കിലും പറയും. പിന്നെ ഈ സത്യം അറിയാവുന്ന വേറൊരാളും കൂടി ഈ വീട്ടിലുണ്ട്. അതാര്? കൃഷ്ണമോളോട് ഞാൻ അന്ന് പോയപ്പോൾ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃഷ്ണമോളും അലീനയും തമ്മിൽ ശരിക്കും ചേച്ചി അനിത്യം പോലെ തന്നെയാണ്. പിന്നെ ഞാൻ ഇനി എന്ത് ചെയ്യണം? ഞാൻ വൈജിയോട് ഇത് തുറന്നു പറയണം. വൈജിയോട് ഞാനിത് തുറന്നു പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അവൾ സൂയിസൈഡ് ചെയ്യും, അല്ലെങ്കിൽ എന്നെ ഉപേക്ഷിച്ച് പോകും. ഈ കുടുംബം അല്ലെങ്കിലും തകരും, ഇപ്പോഴും തകരും, അപ്പോഴും തകരും എന്നൊക്കെ പറയാൻ കേട്ടോ. അത് കേട്ടിട്ട് ബാലേന്ദ്രൻ തോളിൽ വീണ് പൊട്ടിക്കറിയാണ്. അതിനുശേഷം മനു അലീനയുടെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ. അലീനയുടെ അടുത്തേക്ക് ചെന്നിട്ട് അലീനയോട് പാവം തോന്നുന്നുണ്ട്. കാരണം കുറച്ച് ദേഷ്യത്തോട് കൂടിയിട്ടാണല്ലോ മനു അലീനയോട് പെരുമാറിയത്. അങ്ങനെ അലീനയുടെ അടുത്ത് ചെന്നും കണ്ടിട്ട് പറയുന്നുണ്ട്, സത്യം തുറന്ന് പറയണമെന്ന് കേട്ടോ, നീ ഈ ഭാര്യ മോളാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല, ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. അങ്ങനെ നീ എന്നോടല്ല അത് ആദ്യം പറയേണ്ടത്, നിന്നെ ഞാനല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അലീന. കണ്ണൊക്കെ നിറഞ്ഞുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. സോറി മനോട്ടെ, സോറി. ഇതാരെങ്കിലോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം തകർന്നു പോകും, അതുകൊണ്ടാണ് ഞാനത് രഹസ്യമാക്കി വെച്ചത്. എന്നിട്ട് പറയുന്നുണ്ട്, സ്വന്തം അമ്മയിൽ തന്നെ ഇത്രയ്ക്കധികം പീഡനങ്ങൾ നിനക്ക് ഏറ്റു വാങ്ങേണ്ടി വന്നല്ലോ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അലീനനെ കെട്ടിപ്പിടിച്ചിങ്ങാണ്ട് പൊട്ടിക്കറിയാണ്. സാറില്ല, ഇനി നീ വിഷമിക്കൊന്നും വേണ്ട, എന്തായാലും അങ്കിള് നിന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞു, അങ്കിളുടെ മകളായി തന്നെ നിന്നെ ഏറ്റെടുത്തു, ഞാനും ഉണ്ട് നിനക്ക് കൂടെ. ഇനി നിന്നെ ആരും ദ്രോഹിക്കൂല, ഈ വീട്ടിൽ തന്നെ നീ ജീവിക്കും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നീ ഇനി അനാഥയല്ല, നിനക്ക് ബന്ധുക്കളുണ്ട്, സ്വന്തക്കാരുണ്ട്, എല്ലാവരും ഉണ്ട് എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ മനു അവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ പോണ സമയത്ത് വൈജയന്തിന് ഒരു ദേഷ്യത്തോടു കൂടിയിട്ടാണ്, കാരണം ഇത്ര വൃത്തികെട്ട സ്ത്രീയാണല്ലോ ഇരുന്ന് ആലോചിച്ചിട്ട് പുച്ഛത്തോടും ദേഷ്യത്തോടും കൂടിയിട്ട് സംസാരിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ കാണിക്കുന്നത് വൈജയന്തിക്ക് എന്തോ ഒരു സംശയം തോന്നാണ് കേട്ടോ മനു വന്ന കാര്യം. പിന്നെ നമ്മൾ ശിവൻ വിളിച്ച് വരുത്താണ് വൈജയനെ വീട്ടിലേക്ക്, കൊല്ലപ്പള്ളി വീട്ടിലേക്ക് വിളിച്ച് വരുത്താണ്. അപ്പോൾ വൈജി ചോദിക്കുന്നുണ്ട്, ചർച്ചയിൽ എന്താണ് തീരുമാനങ്ങൾ എടുത്തതെന്ന് ചോദിക്കുമ്പോൾ, ചർച്ചയിൽ എന്ത് തീരുമാനിക്കാൻ, അവൻ്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞു. കള്ളത്തരങ്ങളോ? എന്ത് കള്ളത്തരങ്ങൾ എന്ന് ചോദിക്കാൻ കേട്ടോ. എടി, നീ വിചാരിച്ചതുപോലെ ഒന്നുമല്ല കാര്യങ്ങൾ, അവളൊരു ഹോം നേഴ്സ് ഒന്നും അല്ല എന്ന് പറയും. ഹോം നേഴ്സ് അല്ലേ, പിന്നെ അവൾ അനാഥാലയത്തിൽ വളർന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ അവൾക്ക് അച്ഛനും ഉണ്ട് അമ്മയും ഉണ്ട്. അച്ഛനും അമ്മയോ ഒന്ന് ചോദിക്കട്ടെ. അതെ, അച്ഛൻ ആരാണെന്ന് നിനക്കറിയണ്ടേ എന്ന് ചോദിക്കും കേട്ടോ. ആര്? നിൻ്റെ ഭർത്താവ് ബാലചന്ദ്രൻ എന്ന് പറയും. ബാലേന്ദ്രനോ എന്ന് ചോദിക്കുമ്പോൾ, അതേടി ബാലേന്ദ്രൻ, ഞങ്ങളുടെ മുന്നിൽ അയാൾക്ക് സത്യം തുറന്ന് പറയാതെ നിവർത്തിയില്ല, അല്ലെങ്കിൽ ഞങ്ങൾ കേസ് കൊടുക്കും, അത് കേസായിട്ട് അലീനെ അവിടെ നിന്ന് പറഞ്ഞയക്കേണ്ടി വരും എന്നൊക്കെയുള്ള ഇതിലേക്ക് എത്തിയപ്പോഴാണ് അയാൾ സത്യം തുറന്നു പറഞ്ഞത്. എന്ത് സത്യം എന്ന് ചോദിക്കാൻ കേട്ടോ. നിനക്ക് ഓർമ്മയില്ലേ ബാലേന്ദ്രൻ ഗൾഫിൽ പോയ വർഷം, 2 വർഷം, ആ 2 വർഷത്തിനുള്ളിൽ സംഭവിച്ചതാണത്. അവിടെ ഒരു ആംഗ്ലോ ഇന്ത്യൻ ലേഡിയായിട്ട് ബാലേന്ദ്രൻ പ്രണയത്തിലാവുകയും അവളിൽ ബാലേന്ദ്രൻ ഒരു കുഞ്ഞുണ്ടാവുകയും ചെയ്തു. ആ പെണ്ണിന് പെട്ടെന്ന് തിരിച്ചു പോരേണ്ടി വന്നത് ആ പെണ്ണുമായിട്ടുള്ള ബന്ധം പോയി. അതിനുശേഷം ആ പെണ്ണ് പ്രസവിച്ച് കുഞ്ഞിനെ അനാഥാലയത്തിലാക്കി. ബ്രിജിത്താമ്മയുടെ അനാഥാലയത്തിലാണ് ആക്കിയത്, കഴക്കൂട്ടത്തുള്ള. ആ പെണ്ണ് മരിക്കാൻ നേരത്ത് ബാലേന്ദ്രനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ നമുക്കൊരു കുഞ്ഞുണ്ടെന്നും ആ കുഞ്ഞ് ഇന്ന സ്ഥലത്തുണ്ടെന്നും. അത് പ്രകാരം ബാലേന്ദ്രൻ പ്ലാൻ ചെയ്തതാണ് ഇതൊക്കെ. നിൻ്റെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് അന്ന് ആ ബ്രിജിത്താമ്മ എന്ന് പറഞ്ഞ സ്ത്രീ വന്നില്ലേ, നിൻ്റെ അച്ഛൻ്റെ അടുത്ത് വന്ന് ഭീഷണിപ്പെടുത്താനാണ് വന്നത്. മോളുടെ ജീവിതം തകരുന്നു വിചാരിച്ചിട്ടാണ് നിൻ്റെ അച്ഛൻ പോയിട്ട് അലീനനെ ഇങ്ങോട്ടൊരു ഹോം നേഴ്സായിട്ട് കൊണ്ടുവന്നത്. എല്ലാതിൻ്റെയും മാസ്റ്റർ പ്ലാൻ ബാലേന്ദ്രനാണ് അലീനെ കൊല്ലപ്പള്ളിയിലേക്ക് എത്തിച്ചതും അവിടെ നിന്ന് നേരെ നിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചതും. ഇപ്പോൾ ദത്തുപുത്രിയായിട്ട് അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ ഞങ്ങളുടെ മുന്നിൽ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് ഇപ്പോൾ സ്വന്തം മകളാവുകയും ചെയ്തു. അപ്പോൾ തന്നെ ബാലേന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ വൈജയന്തി ആകെ ഞെട്ടിപ്പോവുകയാണ്. ഇനി എന്താണ് വേണ്ടത് നീയാണ് തീരുമാനിക്കേണ്ടത്. ഇനി ബാലേന്ദ്രൻ്റെ കൂടെ ജീവിക്കണോ വേണ്ടയോ, ബാലേന്ദ്രൻ്റെ ഡിവോഴ്സ് ചെയ്യണോ എന്നുള്ള കാര്യമൊക്കെ നീ തീരുമാനിച്ചാൽ മതി. എന്തായാലും അയാൾ ആ പെൺകുട്ടിനെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്നൊക്കെ ശിവൻ പറയുന്നുണ്ട് കേട്ടോ.